അല്ല നമ്മൾ ആരായിട്ട് ഒരു പ്രശ്നത്തിനോ കാര്യത്തിലോ അതായത് ഒരു ഞങ്ങളുടെ സിനിമ മാത്രം ആദ്യം പോയി കാണണമെന്ന് പറയാൻ പറ്റുമോ? അല്ല ഞാൻ പറഞ്ഞു വെറുതെ മോഹൻലാൽ ഫാൻസിനെ കൊണ്ട് തന്നെ ചീത്ത പറയാനായിട്ട്. സിജു ബ്രോ, ഇപ്പോൾ ഡോസ് എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ നിങ്ങളുടെ കാക്കയുടെ തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്. ഇപ്പോൾ നിങ്ങൾ ഈ സിനിമ പറയുന്നത് ദൃശ്യം സിനിമ കണ്ടതിന് ശേഷം വേണമെങ്കിൽ ഞങ്ങളുടെ സിനിമ കാണും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങളുടെ സിനിമ ദൃശ്യം 3-നേക്കാൾ നല്ലതായിക്കൂടാ? അപ്പോൾ ആളുകളുടെ ഒപ്പീനിയനാണ്. അല്ല, നിങ്ങളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സിനിമ അതിനുശേഷം കാണുന്ന ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഒക്കെയാണ് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയാണ് സംസാരിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെയല്ല ദൃശ്യം സിനിമയിലും അടിപൊളി സിനിമ ഡോസ് ആയാലും പറയാൻ പറ്റില്ലല്ലോ. അതൊന്നും നമുക്ക് അറിയില്ല. ഞാൻ പറഞ്ഞ ദൃശ്യം എന്ന് പറയുന്ന ഓൾറെഡി അതിനൊരു ഫാൻ ഫോളോയിങ് ഉണ്ട്. എന്ത് പറഞ്ഞാലും ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ദൃശ്യമാണ്. അപ്പം ഞാനാണെങ്കിൽ ആദ്യം പോയി കാണുന്നത് ദൃശ്യമായിരിക്കും, ഇല്ലേ? അപ്പോൾ അതിനു മുമ്പ് എൻ്റെ സിനിമ ഡോസ് കാണണമെന്ന് എന്താണെന്ന് ചോദിച്ചു. അല്ല, അത് കണ്ടു കഴിഞ്ഞിട്ട് കണ്ടോട്ടെ, പ്രശ്നമില്ല. നമുക്ക് അല്ല അങ്ങനെ കാണുന്നവരുണ്ടാവുമല്ലോ, അങ്ങനെ കാണുന്നവർ കാണട്ടെ. അത് സിനിമയുടെ പ്രൊമോഷനാണ്, ഞങ്ങളുടെ സിനിമ ആദ്യം കാണണമെന്ന് കോൺഫിഡൻസോടെ പറയണം. അല്ല ഞാൻ പറയുന്നത് അത് ഞാൻ ശരി, ഞാൻ എനിക്ക് തോന്നില്ല. അല്ല നമ്മൾ ആരായിട്ട് ഒരു പ്രശ്നത്തിനോ കാര്യത്തിലോ അതായത് ഒരു സിനിമയുടെ ഇതിനാണ് ഞങ്ങളുടെ സിനിമ ദൃശ്യം ഞങ്ങളുടെ സിനിമ മാത്രം ആദ്യം പോയി കാണണമെന്ന് പറയാൻ പറ്റുമോ? പ്രേക്ഷകർക്ക് ഓരോ ഇതുണ്ടാവില്ലോ, പ്രേക്ഷകർക്ക് ഓരോ ചോയ്സ് ഉണ്ടാവും. അല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിലും എൻ്റെ ലൈഫിൽ ഞാൻ പാലിച്ചു പോകുന്ന കാര്യം ഞാൻ ഒന്നിനും ഒരാളെയും ഫോഴ്സ് ചെയ്യാറില്ല, മനസ്സിലായോ? അപ്പോൾ അതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്തൊരു സിനിമയാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ കാക്കി തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്ന പോലെ അത് തന്നെയാണ്. പക്ഷേ നമുക്കൊരിക്കലും അത് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല നമ്മളെ ഓഡിയൻസിന്. അവർ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടോട്ടെ, അത്രേ പറയാനുള്ളൂ. അവർക്ക് ആദ്യം കാണണമെന്ന് തോന്നി കഴിഞ്ഞാൽ അത് കണ്ടോട്ടെ. ദൃശ്യം കണ്ട് കഴിഞ്ഞിട്ട് കാണാനാണെങ്കിലും നമ്മൾ ഹാപ്പിയാണെന്നേ, കണ്ടാൽ മതി, മനസ്സിലായോ? ആദ്യം കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ കണ്ടാൽ മതി. പക്ഷേ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഓഡിയൻസിന് എന്താ പറയുക, എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും. അല്ല കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടൊന്നല്ല പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക, നമ്മളെല്ലാവരും ഒരേ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കല്ലേ, അല്ലേ? വെറുതെ മോഹൻലാൽ ഫാൻസ്, എൻ്റെ ആദ്യത്തെ സിനിമയിൽ ഞാൻ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ പ്രസിഡൻ്റായിട്ടാണ് ഞാൻ വന്നത്. അല്ല ഞാൻ പറഞ്ഞു വെറുതെ മോഹൻലാൽ ഫാൻസിനെ കൊണ്ട് തന്നെ ചീത്ത പറയാനായിട്ട്. അല്ല അതെ, നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ വൃത്തിയായിട്ട് പറഞ്ഞല്ലോ. അതിന് നമ്മൾ വെറുതെ അതിനെ എൻ്റെ സിനിമ ആദ്യം കാണണം എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പമുണ്ട് ബ്രോ? അത് കാണാൻ താല്പര്യമുള്ളവരെ കണ്ടോട്ടെ, കുഴപ്പമില്ലെന്നേ. അതിന് നമ്മളിപ്പം നിർബന്ധിച്ച് എൻ്റെ പടം ആദ്യം കാണണമെന്നുണ്ട്. നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ എൻ്റെ പടം ആദ്യം കാണാൻ പോകും. അങ്ങനെ എന്തിനാണ് അയ്യോ, അങ്ങനെ എന്തിനാ അങ്ങനെ ഒരു സിനിമയെ മോശമാക്കിയിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ ദൃശ്യം സിനിമയേക്കാൾ അതെനിക്കറിയോ? അറിയില്ലല്ലോ, എപ്പോഴും അറിയില്ല. ഞാൻ ദൃശ്യം കണ്ടിട്ടില്ല. അതൊക്കെ പ്രേക്ഷകരാണ് അത് തീരുമാനിക്കേണ്ടത്. ദൃശ്യം സിനിമ കാണാതെ ഞാൻ ദൃശ്യം സിനിമയിലെക്കാളും നല്ല സിനിമ ഇതാണെന്നൊക്കെ പറയുന്നത് അങ്ങനെ എന്നെ അപ്പം മേളിലിരുന്ന് തുമ്മാൻ വേണ്ടിയിട്ട് പന്തക്കുളി അല്ല മനസ്സിലായി. അല്ല നമ്മൾ കാര്യം മനസ്സിലായി. പക്ഷെ ഇപ്പം നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ദൃശ്യം സിനിമയെക്കാളും നല്ല സിനിമയാണെന്ന്. അതൊക്കെ ഓഡിയൻസ് തീരുമാനിക്കും. നമുക്കെപ്പോഴും നമ്മുടെ സിനിമകൾ എപ്പോഴും പ്രിയപ്പെട്ട സിനിമ തന്നെയാണ്. അല്ലെങ്കിൽ ആ സിനിമ ഏറ്റവും ആ ഓഡിയൻസ് കാണണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് നമുക്കും ഉള്ളത്. പക്ഷെ നമ്മൾ ഒരിക്കലും ഈ പറയുന്ന പോലെ വേറൊരു സിനിമയെ മോശമായി കാണിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത്. ആ ദൃശ്യം സിനിമയെക്കാളും നല്ലത് ഞങ്ങളുടെ സിനിമ എന്ന് പറയുമ്പോൾ പിന്നെ അതെ അങ്ങനെയില്ല. നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എന്താ പറയുക, ആ സിനിമ തിയേറ്ററിൽ വന്നുകൊണ്ട് ദൃശ്യം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് ഞങ്ങൾക്കാണ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു ഓവർഫ്ലോ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സിനിമയും കാണാൻ ഓഡിയൻസ് കയറും. ഇപ്പോൾ ഒരു സിനിമയും തിയേറ്ററിൽ ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മളൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഓഡിയൻസ് വരാനൊക്കെയുള്ള മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഓൾറെഡി തിയേറ്ററിലേക്ക് സിനിമ ഇറങ്ങിയേക്കല്ലേ. അങ്ങനെ ഒരു സിനിമ, ഒരു വലിയൊരു സിനിമ ഇറങ്ങിയേക്കാം, ഒരു ഫ്രാഞ്ചൈസി, ദൃശ്യം എന്ന് പറയുന്ന ഒരു ഫ്രാഞ്ചൈസി മൂവി ഇറങ്ങിയേക്കാണ്. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സിനിമ നിൽക്കുമ്പോൾ അതും ഓഡിയൻസ് കാണുന്ന പറയുന്നതിന് പകരം സന്തോഷം നമുക്ക് എന്തുള്ളത്, അപ്പോൾ ആ കാര്യങ്ങളിൽ സന്തോഷിക്കാന്നുള്ളതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ ഈ പറയുന്ന പോലെ തിയേറ്റർ ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല, 80 തിയേറ്റർ ഉണ്ട്, കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. കാരണം എല്ലാ സിനിമകളും നിറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്നതല്ലേ. ഇപ്പോൾ വെക്കേഷൻ ടൈമുള്ള അങ്ങനെ സിനിമ കണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓഡിയൻസ് ഈ പറയുന്ന പോലെ തിയേറ്റർ കൂടുതൽ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിയേറ്റേഴ്സ് കൂടുമായിരിക്കും.
കാരണം വെക്കേഷൻ ടൈമാണല്ലോ, അപ്പോൾ എല്ലാ ആഴ്ചയും സിനിമകൾ ഓരോന്ന് ഇറങ്ങുന്നതുകൊണ്ട് എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞ് വരുന്നുള്ളൂ ഓഡിയൻസ്. അപ്പോൾ